Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. പ്രൊസീജിയർ എടുത്തത് ക്ലിയർ ആയോ ആ ഭാഗങ്ങള്? Clear ആണ് ma'am. നെക്സ്റ്റ് ഭാഗം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് entire purchasing procedure divided into 3. നമ്മൾ നേരത്തെ പറഞ്ഞ purchasing procedure ഡിവൈഡ് ചെയ്ത് 3 രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? പർച്ചേസിന് മുമ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും അല്ലെ, അഭ്യർത്ഥന നടത്തുന്നു യൂസർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തുന്നു. ഇനി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് എൻക്വയറി ചെയ്യുന്നുണ്ട് അല്ലെ, നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിസീവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി എന്താണ്? ഓർഡറിംഗ് സിസ്റ്റംസ് അല്ലെ, നമ്മള് എന്താണ് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയാൾക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. ഇനി എന്താണ്? പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, റിസീവിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്തു, അദ്ദേഹം നമുക്ക് എന്താണ് പർച്ചേസ് ഓർഡർ സ്വീകരിച്ചതിന് ശേഷം മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിലോട്ട് എത്തിച്ചു, റിസീവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പെക്ഷൻ നടത്തുക അല്ലെ, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിലാണോ, നമ്മൾ പറഞ്ഞ പ്രൈസിലാണോ, അല്ലെങ്കിൽ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നു, പരിശോധന നടത്തി. ഫൈനലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പേയ്മെന്റ് ഓഫ് ബില്ല്, പേയ്മെന്റ് അല്ലെ, ബില്ല് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. 3 കാര്യങ്ങളാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസർവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇനി എന്താണ്? ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. ഇനി പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? റിസീവിംഗ് ഓഫ് മെറ്റീരിയൽസ്, ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ്സ് ഓഫ് ബില്ല്. അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കി, ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. എന്താണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്താ? എന്തായിരുന്നു ക്യാപിറ്റൽ എക്വിപ്മെന്റ്? മൂലധനം, അസറ്റ് എന്ന് പറയാം അല്ലെ. ഓക്കെ, ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിഷനാണ്. ഓക്കെ, മെഷീൻസ് ആണ്. അതെന്താണ്? വളരെ വില കൂടുതലുള്ള എക്വിപ്മെന്റ് ആണ്, മൂലധനമാണ്, അസറ്റ് ആണ് എന്നൊക്കെ പറയാം കേട്ടോ. എക്സാമ്പിൾ പറയാൻ പറ്റോ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ എക്വിപ്മെന്റിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? റേഡിയോളജി മെഷീൻസ്, കമ്പ്യൂട്ടർ, ECG മെഷീൻസ് ഒക്കെയാണ്. ഓക്കെ, വെരി ഗുഡ്. നോക്കിയേ, ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപമാണ് അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപമാണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് നേച്ചർ. നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുള്ളൂ ക്യാപിറ്റൽ എക്വിപ്മെന്റ്? വളരെ വില കൊടുത്ത് എപ്പോഴും ഇന്ന് നമ്മൾ വാങ്ങിക്കുമോ ക്യാപിറ്റൽ എക്വിപ്മെന്റ്? വാങ്ങിക്കാറുണ്ടോ? ഇല്ല അല്ലെ. നമ്മളിപ്പോ എന്താണ്, നമ്മളുടെ വീട്ടിലൊരു കാർ ഇപ്പോ മാസം നമ്മൾ വാങ്ങിക്കാറുണ്ടോ? എന്താണ്? പ്രധാനപ്പെട്ട ഒരു നിക്ഷേപമാണ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് വളരെ വില കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല വില കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറെ നാളത്തേക്ക് അത് യൂസ്
അതുകൊണ്ട് തന്നെ എപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെന്താണ്? ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. നിങ്ങൾ പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടുള്ള ആസ്തിയാണ്. അതുപോലെ തന്നെ എന്താണ്? പ്രധാനപ്പെട്ട എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഓട്ടോക്ലേവ് മെഷീൻസ്, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, സ്കാനിങ് മെഷീൻസ് ഒക്കെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഓപ്പറേഷന്റെ ഒരു ഭാഗവും കൂടിയാണ് ഇത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് പഠിക്കണം. In the case of financial or accounting terms, capital equipment is called fixed asset. Accounting terms capital equipment നെ പറയുന്ന പേരെന്താണ്? ഉറപ്പായിട്ടും വരുന്നതാണ്. അക്കൗണ്ടിംഗ് ടേംസിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരെന്താണ്? ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി എന്നാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്? സ്ഥിര ആസ്തി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അക്കൗണ്ടിംഗ് ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിന്റെ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി. ഓക്കെ ആണോ? ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. എന്താണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്? എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റൽ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപമാണ്. അതുപോലെ നമ്മളെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എപ്പോഴും നമ്മൾ വാങ്ങിക്കില്ല, പർച്ചേസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? മേജർ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിനെ മേജർ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് ടേംസിന് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ആ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. Entire purchase procedure divided into 3 and capital equipment purchase. Just ഒന്ന് വായിച്ചോളൂ കേട്ടോ, നമ്മുടെ റിലീസോളൂ. ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 points. എന്തൊക്കെയാണ് 5 points? പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ്, അല്ലെ? എക്യുപ്മെന്റ് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട് അല്ലെ? അതാണ് പ്ലാനിങ് ഫോർ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ് നടത്തുക, ആസൂത്രണം ചെയ്യുക. പിന്നെന്താണ്? ആസൂത്രണം നടത്തിയതിനു ശേഷം എന്താണ്? പ്ലാൻ ചെയ്തതിനു ശേഷം എന്താ ചെയ്യുന്നത്? പർച്ചേസിങ് ചെയ്യാറുണ്ട്. പർച്ചേസിങ് ഓഫ് എക്യുപ്മെന്റ്സ്, പർച്ചേസിങ് ചെയ്തു. അതിനെന്തെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളോ മെയിൻ്റെനൻസ് വർക്ക് പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എന്താണ് മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ കഴിഞ്ഞ്, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപാലിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. ഇനി എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. എന്താണ് യൂട്ടിലൈസേഷൻ? യൂട്ടിലൈസേഷൻ അറിയാലോ? എന്താ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല്? ഉപയോഗം, നല്ല രീതിയിൽ അതിനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെ? നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി എന്താണ്? ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ് ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞാല്? നിരസിക്കുക.
എങ്ങനെ എന്താണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്? ഇനി നമ്മൾ പറഞ്ഞു എന്താണ് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക്, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഇനി പറ്റിയില്ലെങ്കിൽ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? എന്താ ചെയ്യാറ്? കളയുക. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്ക്രാപ്പിന് കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ. ഇനി ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് വിശദീകരിച്ച് സ്ക്രാപ്പ് കേട്ടോ, ഓരോ പോയിന്റ്സ് ആയിട്ട് വിശദീകരിച്ച് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? പ്ലാനിങ് ചെയ്യാം അല്ലെ? പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ്സ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്. ഓക്കെയാണോ? ഈ ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് എന്ത്? പ്ലാനിങ് ദ എക്യുപ്മെന്റ്സ്. To choose the alternatives and select the best one, important point is felt needed. എന്താ പറയുന്നത്? നമ്മൾ പല മാർഗങ്ങളിലൂടെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലല്ലേ? പല മാർഗങ്ങളിലൂടെ ഒരു മികച്ച സപ്ലയേഴ്സിനെ തെരഞ്ഞെടുക്കുന്നു. സെലക്ട് ദ ബെസ്റ്റ് വൺ. പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ സപ്ലയറെ തിരഞ്ഞെടുക്കുന്നു. അതാണ് പ്ലാനിങ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? പല മാർഗങ്ങളിലൂടെ എന്താണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയറെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ. ഇനി എന്താണ്? പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. ഒരു സ്റ്റെപ്പാണ് ഈ പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. 9 major steps for purchasing a capital equipment. First one ആണ് എന്താ? To forecast the demand. Forecast എന്താ? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. Forecasting എന്തായിരുന്നു? Forecasting പ്രവചനം. മുൻകൂട്ടി കാണുക അല്ലെ? മുൻകൂട്ടി കാണുക. ഇനി ഡിമാൻഡ് എന്താ? ആവശ്യങ്ങൾ അല്ലെ? അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുക. ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുക. ഒരു ഹോസ്പിറ്റലില് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന്റെ ആവശ്യകതയുണ്ടോ? ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആവശ്യകതയുണ്ടോ? ഗീതാരണം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യകതയുണ്ടോ? അല്ലെങ്കിൽ എന്താണ്? അത് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? ഇനി ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് എത്ര രൂപ ചെലവ് വരും? അത് വാങ്ങിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? അതുപോലെ തന്നെ എന്താണ്? ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഹോസ്പിറ്റലിന്റെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? മുൻകൂട്ടി കാണുക. കിട്ടിയോ? ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഒക്കെയാണോ? ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുന്നു. ഇനി എന്താണ്? ഇനി നമ്മൾ വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള ഫണ്ട് നമുക്ക് കിട്ടണ്ടേ? ഫണ്ട് വേണം അല്ലെ? ഫിനാൻസ് വേണം. എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാണ് സെക്കൻഡ് പോയിന്റ്. എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് സോഴ്സ് ഓഫ് ഫണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ലോൺ അല്ലെ? ലോൺ എടുത്ത് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ ഡിപ്രീസിയേഷൻ ഫണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ കേട്ടിട്ടുണ്ടോ? തേയ്മാനം. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ, നിലവിലുള്ള അസറ്റിന് മൂല്യശോഷണം സംഭവിക്കുമ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിക്കുന്നതിനുള്ള
തുക നീക്കി വെക്കുന്നു. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. കിട്ടിയോ എന്താണെന്നുള്ളത്? എന്താ പറഞ്ഞത്? നിലവിലുള്ള അസറ്റിന് അല്ലെങ്കിൽ നിലവിലുള്ള എക്യുപ്മെന്റിന് മൂല്യശോഷണം സംഭവിക്കുക, അല്ലെ? അത് ഉപയോഗിക്കാൻ പറ്റാതെ ആവുന്നത്. അങ്ങനെ വരുമ്പോ പുതിയതൊരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടാകും. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്? എന്താ പറയുന്നത്? ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്നും നമ്മൾ എന്ത് വാങ്ങിക്കുന്നുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻസ് വാങ്ങിക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്? ലോൺ എടുത്ത് വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്താണ് പുതിയ നിലവിലുള്ള അസറ്റിന്റെ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു എക്യുപ്മെന്റിന് മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. ആ ഡിപ്രീസിയേഷൻ ഫണ്ടിലൂടെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഹോസ്പിറ്റലിൽ വന്നു ചേർന്നിട്ടുള്ള എന്താണ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ എന്താ പറയുന്നത്? സ്പെസിഫിക് പർപ്പസ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്താണ്? ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട്, സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പണം നീക്കി വയ്ക്കാറില്ലേ? അങ്ങനെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് പണം എടുത്ത് ക്യാപിറ്റൽ എക്സ്പെൻസ് വാങ്ങിക്കാം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫണ്ട് നീക്കി വെച്ചു. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്കോളർഷിപ്പ് വാങ്ങിച്ച കുട്ടികൾക്ക്, അല്ലെ? സ്കോളർഷിപ്പുമായിട്ട് വന്ന കുട്ടികൾക്ക് എന്താണ് നമ്മളത് കൊടുക്കാറ്? സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ആ സ്കോളർഷിപ്പിന്റെ പണം നമ്മൾ കൊടുക്കാറില്ലേ? അതെന്താണ് പ്രത്യേകമായിട്ട് നമ്മൾ നീക്കി വെച്ച തുകയാണ്, അല്ലെ? സ്കോളർഷിപ്പിന് വേണ്ടി നീക്കി വെച്ച തുകയിൽ നിന്ന് സ്കോളർഷിപ്പിന് അനുവദിച്ച കുട്ടികൾക്ക് എന്താണ് പണം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് ഈ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. സ്പെസിഫിക് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നീക്കി വെച്ച പണത്തിൽ നിന്ന് നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇത്രയുമാണ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് നോക്കി, ഡിസിഷൻ മേക്കേഴ്സ്. ആരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD. എന്താണ് HOD ഫുൾ ഫോം? HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഇനി എന്താണ് മെറ്റീരിയൽസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സമ്മതമില്ലാതെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റുകയില്ല. ഇവര് ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ ആണോ? ഡിസിഷൻ മേക്കേഴ്സിന്റെ സമ്മതമില്ലാതെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് അനുവാദമില്ല. ഇനി എന്താണ് സപ്ലയേഴ്സ്, അല്ലെ? സപ്ലയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻഫർമേഷൻ ജനറേഷൻ. ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത്. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു എന്റെ വീട്ടിലേക്ക് ഞാനൊരു പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കണേ, ഫ്രിഡ്ജോ കേക്കോ എന്തെങ്കിലും എന്തായാലും ആയിക്കോട്ടെ. അപ്പോ ഞാൻ വാങ്ങിക്കുമ്പോ എന്താണ് എക്സ്പേർട്സിനെ അല്ലെങ്കിൽ എന്താണ് അത് ഉപയോഗിച്ച് ശീലമുള്ള ഒരാളോട് ഞാൻ ചോദിക്കും, അല്ലെ? ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ ആ ടിവിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി ചോദിക്കും, അല്ലെ? എന്താണ് ഈ TV എങ്ങനെയുണ്ട്, നല്ലതാണോ, എങ്ങനെയാണ് ഇതിന് വാറന്റി, എങ്ങനെയാണ് ചാനൽസ്, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. എമൗണ്ട് എത്രയാണ്, കംഫർട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കാറില്ലേ നിങ്ങള്? എന്നിട്ടല്ലേ പുതിയൊരു സാധനം നമ്മൾ വാങ്ങിക്കാറ്? അങ്ങനെയാണോ? അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരോട് എന്ത് ചെയ്യണം? നമ്മള് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം ഹോസ്പിറ്റലിലോട്ട് വാങ്ങിക്കാനായിട്ട്, പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങാനായിട്ട്.
അതുപോലെ തന്നെ 6th വൺ നോക്കിയേ. Is the instrument helpful to our institution? ഇനി ഒന്നും കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ഒന്നും കൂടി നമ്മൾ ഇവിടെ പരിശോധിക്കുന്നു. ഇനി എന്താണ് 7th വൺ കമ്പാരിറ്റീവ് സ്റ്റഡി ആൻഡ് കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. നമ്മൾ പഠിച്ചില്ലേ, കുറെ കൊട്ടേഷൻസ് ഉണ്ടാവും. ആ കൊട്ടേഷനിൽ നിന്ന് നമ്മൾ യോജിച്ചതായിട്ടുള്ള കൊട്ടേഷൻസിനെ അല്ലെങ്കിൽ കൊട്ടേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റ് ആൻഡ് കോസ്റ്റിംഗ്. നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം, വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ കോസ്റ്റിംഗും തയ്യാറാക്കണം. എത്ര രൂപ ചെലവ് വരുന്നുണ്ട് എന്നുള്ള കാര്യവും തയ്യാറാക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ആണ് ഇന്ന് 9th സ്റ്റെപ്പ് വരെ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ ഒന്ന് ഇതിനകത്ത് 10th സ്റ്റെപ്പ് വരെ കൊടുത്തിട്ടുണ്ട്. ആ പർച്ചേസിങ്, പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്നാക്കണം കേട്ടോ. 10th സ്റ്റെപ്പ് 10th എന്നുള്ളതൊന്ന് വെട്ടിക്കളയാം, ജസ്റ്റ് ഒന്ന് വെട്ടാം. എന്നിട്ട് പർച്ചേസിന്റെ അവിടെ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്നാക്കാം. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ചെയ്തോ? കറക്റ്റ് ചെയ്തോ? അത് പറഞ്ഞത് മനസ്സിലായില്ല? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എന്താണ് 9 മേജർ സ്റ്റെപ്പ് ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. പർച്ചേസിങ്, നമ്മൾ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 9 സ്റ്റെപ്പ് ആണുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 10 സ്റ്റെപ്പ് അല്ലേ കൊടുത്തിരിക്കുന്നത്. 10 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, 9 സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ. 10 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. 10 അവിടെ വേണ്ട. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആക്കാം. ഓക്കെ ആണോ? ഇനി അവിടെ ഒരു സ്പെല്ലിംഗ് എറർ കൂടി ഉണ്ട് കേട്ടോ. AC for some equipment. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുത്താം. AC for some equipment ആക്കാം കേട്ടോ. ഓക്കെ ആണോ? നോക്കിയേ, 9ാമത്തെ സ്റ്റെപ്പ് എന്താണ്? പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ അല്ലേ. നമ്മള് പർച്ചേസ് ചെയ്തു, ഐറ്റംസ് പർച്ചേസ് ചെയ്തു, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു, അത് വേണ്ട രീതിയിൽ സ്ഥാപിക്കണം അല്ലെ, ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? AC for some equipment, അതുപോലെ തന്നെ സ്പേസ് ഓഫ് ഫ്ലോ, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് ബാർസ് ഫോർ എക്സ്റേ റൂംസ്. എന്താണ്? ടെക്നീഷ്യൻസിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ AC വേണം. AC അവിടെ എന്താ നോക്കാം. അതുപോലെ തന്നെ എന്താണ്? സ്പേസ് അല്ലെ, നമ്മൾ പറഞ്ഞു എക്സ്റേ മെഷീൻസ്, സ്കാനിങ് മെഷീൻസ് ഒക്കെ, അതിനൊക്കെ എന്താണ് കുറെ സ്പേസ് വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള സ്പേസുകൾ അവിടെ ആവശ്യമാണ്. റൂംസിന് സ്പേസ് വേണം. അതുപോലെ എന്താണ്? പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രതലങ്ങള് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എക്സ്റേ റൂംസിനൊക്കെ എന്താണ്? പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ ദ എക്സ്റേ റൂംസ്. പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? പ്രതലങ്ങള് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനായിട്ട്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് 9 സ്റ്റെപ്പിൽ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ആദ്യം ആവശ്യങ്ങള് മുൻകൂട്ടി കാണണം, അതിനുള്ള ഫണ്ട് എവിടെ കിട്ടുന്നു എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഡിസിഷൻ മേക്കേഴ്സിന്റെ അനുവാദം ആവശ്യമാണ്. അതുപോലെ സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇൻഫർമേഷൻസിലെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ഉപയോഗിച്ച് പരിചയമുള്ളവരിൽ നിന്നോ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒന്നുകൂടി പരിശോധന നടത്തുക. ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ ഒന്നുകൂടി പരിശോധന നടത്താം. അതിനുശേഷം എന്താണ്? കൊട്ടേഷൻസ് സെലക്ട് ചെയ്യാം. അതുപോലെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം, പോസ്റ്റിംഗ് തയ്യാറാക്കാം, പർച്ചേസ് ചെയ്യാം, ഇൻസ്റ്റലേഷൻ നടത്താം. ഇൻസ്റ്റലേഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? AC
എയർ കണ്ടീഷൻ, അതുപോലെ സ്പേസിന്റെ കാര്യം നോക്കാം, അതുപോലെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് വാങ്ങിക്കാനായിട്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട്. ഓക്കെ ആണോ? 9 സ്റ്റെപ്പ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചേ. ചോദിച്ചു ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളെ, ഇനി ചിലപ്പോ മനസ്സിലാവാത്തവർക്ക് ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഈ തേർഡ് വൺ എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ? മെയിൻ്റെനൻസ് നമ്മൾ പറഞ്ഞു എന്താണ്? അറ്റകുറ്റപ്പണി. ഓക്കെ, നോക്കിയേ. Scientific approach to restrain the breakdown of an equipment is called maintenance. മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻ്റെനൻസ് എന്താണ്? സയന്റിഫിക് അപ്രോച്ച് to restrain the breakdown of an equipment is called maintenance. Maintenance പറഞ്ഞാൽ ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ത്? മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അല്ലെ? അറ്റകുറ്റപ്പണി നടത്താറില്ലേ നമ്മള്? എക്യുപ്മെന്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് റിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ? അതിന്റെ എന്താണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലച്ചു പോവുക, പ്രവർത്തനം നിലയ്ക്കുക. ആ നിലയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്പയർസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റെനൻസ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ഡിവൈഡ് ഇൻടു 3. മെയിൻ്റെനൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. ഫസ്റ്റ് വൺ എന്താണ്? പ്രിവെന്റീവ്, ഡിക്റ്റേറ്റീവ്, ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവ് എന്താണ്? പ്രിവെന്റീവ് എന്താ? പ്രിവെന്റീവ് സ്റ്റാർട്ടായിട്ട് എടുക്കുക. ഇനി എന്താണ്? ഡിക്റ്റേറ്റീവ് എന്താണ്? ഡിക്റ്റേറ്റീവ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ തടയുക, പ്രതിരോധിക്കുക. അതുപോലെ ഡിക്റ്റേറ്റീവ് എന്താ? ഡിക്റ്റേറ്റീവ് എന്താണ്? നല്ല സിനിമയിൽ കാണാറില്ലേ? കണ്ടെത്തുക അല്ലെ? കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക. ഓക്കെ. ബ്രേക്ക് ഡൗൺ അറിയാലോ? പ്രവർത്തനം നിലയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? പ്രിവെന്റീവ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡൺ പീരിയോഡിക്കലി. ഡൺ എന്നാക്കണേ. DONE. Done periodically. That is once in a year or two. Or നമ്മുടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. Year or two. Once in a year or two. Correct ആണെങ്കിൽ done periodically, that is
once in a year or two. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? തടയുക അല്ലെ, അല്ലെങ്കിൽ പ്രതിരോധിക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ ക്യാപിറ്റൽ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ ചെയ്ത് തീർക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഒരു വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാല് പണികൾ ഉണ്ടെങ്കിൽ ആ വർഷത്തിനുള്ളിൽ, ആ ഇയേഴ്സിനുള്ളിലോ, ഒരു വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ ചെയ്ത് തീർത്ത് കൊള്ളണം. അല്ലെങ്കിൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ആവാം അല്ലെ, അതിന്റെ പ്രവർത്തനം നിലയ്ക്കാനായിട്ട് നിലച്ചു പോകും. അതുകൊണ്ട് തന്നെ അത് തടയാനായിട്ടാണ് ഇങ്ങനെ 2 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാനായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി എന്താണ്? ഡിറ്റക്റ്റീവ് അല്ലെ, എന്താണ്? കണ്ടെത്തുക. Done for finding a particular problem. എന്താ പറയുന്നത് ഇവിടെ? പ്രത്യേക പ്രോബ്ലം അല്ലെ, ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അത് കണ്ടെത്തുക. ഓക്കെ, പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക. കിട്ടിയോ? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുക എന്നാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? Done for finding a particular problem. ആ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് എന്താണ് പ്രധാനപ്പെട്ട പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യണം. ഇനി ബ്രേക്ക് ഡൗൺ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓർ വിൽ നോട്ട് വർക്ക് അല്ലെ, ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ എന്താണ് അത് ഒട്ടും വർക്ക് ചെയ്യാത്ത അവസ്ഥ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്? Activity not completed in ideal time and cost high. ഇനി എന്താണ്? അത് അതിന്റെ പ്രവർത്തനം നിലച്ചു പോയി കഴിഞ്ഞാല് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തോരം കാശ് മുടക്കേണ്ടി വരും? നമ്മള് ഹൈ കോസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ അതിന് ടൈമും കൂടുതൽ എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? ഈ 3 കാര്യങ്ങളാണ് മെയിൻ്റനൻസിൽ പറഞ്ഞത്. പ്രിവെന്റീവ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചില്ലേ? എന്താണ് ഐഡിയൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം തന്നെ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ടൈം കൂടുതൽ വേണ്ടി വരില്ലേ? അത് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്പെയർ അത് കണക്ട് ചെയ്ത് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് വരാനായിട്ട്, വർക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വരാനായിട്ട്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനം നിലച്ചു പോവുക അല്ലെ, പൂർണ്ണമായിട്ട് നിലച്ചു, അതിനൊക്കെ ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചു വരാനായിട്ട് കൂടുതൽ നമ്മൾ ടൈം എടുക്കും. അതുപോലെ തന്നെ കോസ്റ്റ് എന്താണ്? കൂടുതൽ വേണ്ടി വരും. ക്ലിയർ ആയോ? മിസ്റ്റേക്ക് പറഞ്ഞു തരാം കേട്ടോ. മിസ്റ്റേക്ക് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പ്രിവെന്റീവില് പറഞ്ഞത് ഡൺ, DON എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. DONE ചേർത്ത് കൊടുക്കാം. Done periodically, that is once in a year. ഇവിടെ ഒരു OR എന്ന് പറഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. OR, once in a year or 2. കിട്ടിയില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാല് മെയിൻ്റനൻസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ക്വസ്റ്റ്യൻ വരും. എന്താണ് മെയിൻ്റനൻസ് എന്നുള്ളത്? ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ്. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്: പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. ജസ്റ്റ് ഒന്ന് വായിച്ച്
ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ will finally lead to എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഹോസ്പിറ്റലുകളിൽ നടന്നില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഇതിലാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നടന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് വൺ നോക്കിയേ. Risk to safety, security of patients and hygiene. എന്താണ് റിസ്ക് ഉണ്ടാവും അല്ലെ? സേഫ്റ്റിയുമായിട്ട് അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് റിസ്കുകൾ വരാം. പേഷ്യൻസിന് അവിടെ റിസ്കുകൾ ഉണ്ടാവാം അല്ലെ? നമ്മളൊരു സ്കാനിങ് മെഷീനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് അവരുടെ രോഗനിർണയമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിന് റിസ്ക് ഉണ്ടാവാം. ഇനി എന്താ പറയുന്നത്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ owing to failure, breakdown and closure of areas of equipments for repairs. എന്താണ് അതിന്റെ യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ അല്ലെ? ഒരു ഉപകരണം വാങ്ങിച്ചു. എന്താണ് ഇപ്പോ സ്കാനിങ് മെഷീൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു സ്കാനിങ് മെഷീൻ ആണ് വാങ്ങിച്ചത്. അതിന്റെ യൂട്ടിലൈസേഷൻ നല്ല രീതിയിൽ നടക്കുന്നില്ല, അതിന്റെ ഉപയോഗം നടക്കുന്നില്ലെങ്കിൽ എന്താണ് അതിൽ നിന്നും സർവീസ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? നമുക്ക് എന്താണ് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടോ? ഹോസ്പിറ്റലിന് കിട്ടോ? നല്ല രീതിയിൽ ഇല്ല അല്ലെ? എന്താണ് അതിന്റെ യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ എന്താണ്? ലോസ് ഓഫ് ഗുഡ് വിൽ owing to inefficiency and declining standards. എന്താണ് നല്ല രീതിയിലല്ല ആ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താണ് അവിടെ അവർക്ക് എന്താണ് സൽപ്പേര് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ സൽപ്പേര് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സൽപ്പേര് നഷ്ടപ്പെടുന്നു അല്ലെ? പിന്നെന്താ പറയുന്നത്? നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ്. എന്താണ് ഉപകരണത്തിന്റെ ഫലപ്രദമായ ആയുസ് അല്ലെ? ലൈഫ് ഓഫ് ദ പ്രോപ്പർട്ടി, എഫക്റ്റീവ് ലൈഫ് ആണ് അവിടെ കുറയുന്നത്. ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണ് ആ എക്യുപ്മെന്റ് നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്താണ് ബ്രേക്ക് ഡൗൺ അല്ലെ? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതെന്താണ് നല്ല രീതിയിൽ പ്രതികരിക്കാൻ പ്രവർത്തനങ്ങൾ നടക്കാത്തത് അല്ലെ? ബ്രേക്ക് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അതിന്റെ ആയുസ് കുറഞ്ഞു വരാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ആ ഉപകരണത്തിന്റെ ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയുന്നു. ഓക്കെ ആണോ? 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? പേഷ്യൻസിന് സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവുന്നുണ്ട്, സെക്യൂരിറ്റി കുറയുന്നു, നല്ല രീതിയിൽ ആരോഗ്യ പരിപാലനം കൊടുക്കാൻ പറ്റുന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യൻസിന് റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഉപകരണത്തിന്റെ എക്യുപ്മെന്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് മൂലം അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വരുമാനം കുറയുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ സൽപ്പേര് ഗുഡ്വില്ല് നിലനിർത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ എന്താണ് ഈ എക്യുപ്മെന്റിന്റെ റിഡക്ഷൻ എന്താണ് ലൈഫ് ഓഫ് എഫക്റ്റീവ് ലൈഫ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയുന്നു. അത് തന്നെ എന്താണ് മെയിൻ്റനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പതുക്കെ നിലച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? 4 കാര്യങ്ങളും ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു ഹോസ്പിറ്റലില് ക്യാപിറ്റൽ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാളേഷൻ അല്ലെ? പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി എന്താണ്? ആൻഡ് റിപ്പയർ, നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ സൂക്ഷിക്കുകയും ക്യാരി ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് റിപ്പയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റിപ്പയർ
സോഷ്യൽ ക്ലീൻ ചെയ്യണം. അതുപോലെ എന്താണ് പീരിയോഡിക് ക്ലീനിങ്. എന്താണ് പീരിയോഡിക് ക്ലീനിങ് എന്ന് പറഞ്ഞാല്? പീരിയോഡിക് ക്ലീനിങ് എന്താ? എന്താണ് പീരിയോഡിക് ക്ലീനിങ്? ഇടവിട്ട് അല്ലെ, പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇപ്പൊ എന്താണ് സ്കാൻ മെഷീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് എല്ലാ ദിവസവും ആളുകൾ വന്ന് സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടാവും, കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ആ മെഷീൻസിലൊക്കെ ചിലപ്പോൾ പൊടിയോ അഴുക്കോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കണം. അതുപോലെ എന്താണ് ചെക്കിങ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, മെയിൻ്റനൻസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. അറ്റകുറ്റപ്പണികള് വരാതിരിക്കാനായിട്ട് നോക്കണം, മാർഗങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താണ് റെക്കോർഡ് കീപ്പ് ചെയ്ത് വയ്ക്കാം. അതുപോലെ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. എന്താണ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല്? പ്രൊക്യൂർമെന്റ് വീണ്ടും സംഭരിക്കുക. ഇവിടെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക. ഇപ്പൊ എന്താണ് അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാല് അതിന്റെ സ്പെയർസ് എന്താണ് സ്പെയർസ് ഉപയോഗിച്ച് അതിന്റെ പ്രവർത്തനം വീണ്ടും നമുക്ക് തുടരാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെയർസ് ഒക്കെ നമ്മൾ സംഭരിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ റിപ്പയർസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് അതിനെ സംരക്ഷിച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ മെയിൻ്റനൻസ് വർക്ക് വരാത്ത രീതിയിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ എടുക്കാം, മാർഗങ്ങൾ നോക്കാം. അതുപോലെ തന്നെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യണം. എന്താണ് സംഭരിക്കുക അല്ലെ, സ്പെയർസ് ഒക്കെ സംഭരിച്ച് വെക്കുക. മെഷീൻസിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്പെയർസ് ഉപയോഗിച്ചിട്ട് അതിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാൻ സാധിക്കും. ഇനി നോക്കി യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഇങ്ങനെയൊക്കെയാണ് മെഷീൻസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഉപയോഗം ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. Utilization has to be 18% and 19%. No under or over utilization. നമ്മൾ എപ്പോഴും എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് വരെ യൂസ് ചെയ്യണം? ഒരു 80 to 90% വരെ യൂസ് ചെയ്യുക. ഒരുപാട് ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് അഞ്ചലായിട്ട് അല്ലെ, ഒരുപാട് അഞ്ചലായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യണം. മിഡിൽ രീതിയിൽ വേണം എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാൻ. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സിനെ നിരസിക്കുന്നത് അല്ലെ. ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരസിക്കുക. നമ്മള് ഒരു എക്യുപ്മെന്റ് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ ചെയ്യുന്നത് സ്ക്രാപ്പിന് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ഒരു പുതിയതായിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കണം. ഇതിന്റെ ഉപയോഗം എന്താണ് ഏതാണ്ട് നിലയ്ക്കാറായിട്ടുണ്ട് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ എക്യുപ്മെന്റ് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കാറില്ലേ? അപ്പൊ ഈ പഴയത് എന്ത് ചെയ്യും? അതിന്റെ ഉപയോഗം നിലച്ചിട്ടില്ല എന്നാൽ കൂടിയും എന്താണ് അതൊരു അധികം പറ്റാണല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്മോൾ ഹോസ്പിറ്റലിലോട്ട് അത് ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാർ വാങ്ങിച്ചത്? എനിക്ക് ലൈസൻസ് ഇപ്പൊ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാർ വാങ്ങിച്ചത്? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എനിക്കൊരു പുതിയ കാർ വാങ്ങിച്ചൂടെ? എന്തുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചത്? എന്തുകൊണ്ടാവാം? കുറച്ച് പൈസക്ക് കിട്ടും. പിന്നെ വെരി ഗുഡ്. പഠിക്കാനായിട്ട് അല്ലെ, ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലേ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, എങ്ങനെയാണ് നേരിടേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ കൂടിയും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അല്ലെ.
കൂടുതൽ നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സ്മോൾ ഹോസ്പിറ്റലിലോട്ട് ഈ എക്യുപ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിന് അതിന്റെ ഉപയോഗം എങ്ങനെയാണ് ഒന്നുകൂടി അവർക്ക് ആ ഉപയോഗിച്ച് അവർക്കൊന്ന് എക്സ്പീരിയൻസ് ആവാൻ കൂടിയിട്ടും വേണ്ടിയിട്ടാണ് എന്തിൽ കൊടുക്കുന്നത്, ഈ സ്മോൾ ഹോസ്പിറ്റലിലോട്ട് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഫ്രീ ആയിട്ട് ഇതിൽ കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ എന്താണ് സ്ക്രാപ്പ് ഐറ്റംസ് ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ. സ്ക്രാപ്പിന് കൊടുക്കും, അതിന്റെ ഉപയോഗം നിലച്ചു കഴിഞ്ഞാൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കരുതി കഴിഞ്ഞാൽ സ്ക്രാപ്പിന് കൊടുത്ത് അവര് എന്ത് ചെയ്യും, അതിന്റെ മൂല്യം വാങ്ങിക്കും. അതുപോലെ തന്നെ എന്താണ് ഈ ഉപയോഗം എന്താണ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, പുതിയതൊരെണ്ണം വാങ്ങിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ് അത് സ്മോൾ ഹോസ്പിറ്റലിലോട്ടാണ് ഇവർ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. ചിലപ്പോ ആ സ്മോൾ ഹോസ്പിറ്റലിന് അത് വാങ്ങിക്കാനുള്ള കഴിവില്ല. കാരണം എന്താണ്, ഇതൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് അല്ലെ, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള മൂലധനം അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അപ്പോ ഫ്രീ ആയിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫുകൾക്ക് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഫ്രീ ആയിട്ട് സ്മോൾ ഹോസ്പിറ്റലിന് ക്യാപിറ്റൽ എക്യുപ്മെന്റ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ആണോ? ഇനി നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ടോ prime difference between ordinary purchase and capital എന്നാക്കണം കേട്ടോ അവിടെ. Capital equipment purchase. Prime difference between ordinary purchase and capital equipment purchase. എന്താണ് ordinary purchase? എന്താ ordinary purchase? സാധാരണയായിട്ടുള്ള പർച്ചേസ്. ഇനി ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അറിയാലോ, വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റം ആണ് അല്ലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്താണ് വളരെ വില കൊടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഡിഫറൻസ് ആണ് സാധാരണ പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, പ്രധാന ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്താണ് പറഞ്ഞത്? ചർച്ച. എന്താണ് ചർച്ച ഏൽക്കുക. എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ ചർച്ച അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോ ആരുടെയൊക്കെ സമ്മതം വേണം അല്ലെ, ഡിസിഷൻ മേക്കേഴ്സിന്റെ സമ്മതം വേണം അല്ലെ. അവരോടൊക്കെ ചോദിച്ച് അവരൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ആ ക്യാപിറ്റൽ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നെഗോഷിയേഷൻ അല്ലെ, ചർച്ച എന്താണ് ഹൈ ആയിരിക്കും. ചർച്ച നമ്മള് നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ട് വരും. കാരണം എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഐറ്റംസ് ആണ്. അതുകൊണ്ടാണ് ചർച്ച ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. ഇനി സാധാരണ ഓർഡിനറി പർച്ചേസ് ആണെങ്കിലോ ചർച്ച നീണ്ടേണ്ടതായിട്ട് വരുമോ? കുറെ നാളിങ്ങനെ നമ്മൾ ചർച്ച വെച്ചിട്ട് ആണോ നമ്മൾ വാങ്ങിക്കാറ്? നിങ്ങൾക്ക് ഇപ്പോ എന്താ പെട്ടെന്ന് സാധനം എന്താ വെളിച്ചെണ്ണ പെട്ടെന്ന് വേണം, കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, എന്താ ചെയ്യാ, പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കില്ലേ സാധാരണയായിട്ട്? എന്താണ് നമ്മള് അടുത്തുള്ള കടയിൽ നിന്ന് പോയി വാങ്ങിക്കും അല്ലെ. സാധാരണയായിട്ടുള്ള പർച്ചേസിന് എന്താണ് അത്രയും ചർച്ച വെക്കേണ്ടതായിട്ട് വരില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി എന്താണ് ലീഡ് ടൈം. എങ്ങനെയാണ് ലീഡ് ടൈം വേണ്ടത് പറയാൻ പറ്റോ? ലീഡ് ടൈം എന്താണ്? ലീഡ് ടൈം നമ്മളൊരു മെറ്റീരിയലിന് ഓർഡർ കൊടുത്തു, നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. ക്യാപിറ്റൽ പർച്ചേസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണെങ്കിൽ എന്തോരം ലീഡ് ടൈം ആവശ്യമാണ്? ഹൈ ആണോ ലോ ആണോ വേണ്ടത്? വരെയുള്ള ടൈം. ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിലാണെങ്കിൽ ഹൈ വേണോ അല്ലെ. ഓക്കെ, ലീഡ് ടൈം ഹൈ വേണം. അതിന്റെ മെറ്റീരിയലും സംഭവങ്ങളൊക്കെ ആവശ്യമായിട്ട് കണക്ട്
ചെയ്ത് ആ എക്യുപ്മെന്റ് ഒന്ന് കിട്ടുന്നത് വരെ എന്താണ് ഹൈ ലീഡ് ടൈം ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഓർഡിനറി പർച്ചേസ് ആണെങ്കിൽ ലോട്ട് ടൈം മതി. ഇനി എന്താണ് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലവാകുന്ന തുകയുടെ വലിപ്പം അല്ലെ? എന്താണ് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ? ചിലവാകുന്ന തുകയുടെ വലിപ്പം. ഏതിനായിരിക്കും ചിലവ് കൂടുതൽ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തിനായിരിക്കും? ഓർഡിനറിക്കാണോ അതുപോലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണോ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണ് ചിലവ് കൂടുതൽ. പറഞ്ഞില്ലേ? അസറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ? വളരെ നിലവാരം കൂടിയ ഐറ്റംസ് കുറെ നാൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ വളരെ വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താണ് അവൈലബിലിറ്റി ഓഫ് സോഴ്സ്? ഇതിനാണ് വരുന്നത്. കടകളില് നമ്മള് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് കൊടുക്കുമ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അവിടെ ഉണ്ടാവോ? എന്താണ് അതിന്റെ അവൈലബിലിറ്റി, അതിന്റെ സ്രോതസ്സിന്റെ ലഭ്യത അല്ലെ? ചിലപ്പോ എന്താണ് ഈ വളരെ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കടകളിൽ ലഭ്യമായിരിക്കില്ല. സാധാരണ പർച്ചേസ് ആണെങ്കിലോ അതിന്റെ അവൈലബിലിറ്റി എന്താണ്? തന്നെ കിട്ടുമോ അല്ലെ? ഇപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ് കടകളിൽ അത് ലഭ്യമായിരിക്കില്ല. അപ്പൊ അത് ഓർഡർ ചെയ്ത് അത് കിട്ടാനായിട്ട് സമയം പിടിക്കും. ക്ലിയർ ആയോ? ഇത്രയും ആണ് പ്രൈം ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? നെഗോഷിയേഷൻ, ചർച്ച എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് ഹൈ വേണം. അതുപോലെ തന്നെ ലീഡ് ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റിന് ഹൈ വേണം. ഓർഡിനറി ആണെങ്കിലോ ലോട്ട് ടൈം. അതുപോലെ തന്നെ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ചിലവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റിന് ഹൈ ആണ്. അതുപോലെ സ്രോതസ്സിന്റെ ലഭ്യത എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആകുമ്പോൾ ഒക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആവും. ഇത്രയും വരെ അപ്പോ ചുരുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വരുമ്പോ പഠിച്ചിട്ട് വരാം, വായിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.